ഇന്ന് ഫെബ്രുവരി 28 ആകാശത്ത് വളരെ അപൂർവമായ ഒരു പ്രതിഭാസം നടക്കുന്ന കാര്യം നിങ്ങൾക്കറിയാമോ? ഇതിനെ ഗ്രഹപരേഡ് എന്ന് വിളിക്കുന്നു. അതായത് ഇന്ന് ബുധൻ അഥവാ മെർക്കുറി, ശുക്രൻ അഥവാ വീനസ്, ഗുരു അഥവാ ജൂപ്പിറ്റർ, ശനി അഥവാ സറ്റേൺ, യുറാനസ്, നെപ്റ്റ്യൂൺ എന്നീ 6 ഗ്രഹങ്ങൾ ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ ആകാശത്തിൽ ഒരേ ഭാഗത്ത് ഒരു ലൈനിൽ എന്ന പോലെ നമുക്ക് കാണാൻ സാധിക്കുന്നു. ഇവ സൂര്യൻ സഞ്ചരിക്കുന്ന ആ പാതയുടെ അടുത്ത് ഒരേ വരിയിലായിട്ട് കാണുന്നത് പോലെ നമുക്കിത് കാണാൻ സാധിക്കും. ബുധൻ, ശുക്രൻ, ഗുരു, ശനി എന്നിവ സാധാരണ കണ്ണാൽ തന്നെ നമുക്ക് കാണാൻ കഴിയുന്ന ഗ്രഹങ്ങളാണ്. പക്ഷേ യുറാനസും നെപ്റ്റ്യൂണും ദൂരദർശിനിയോ ടെലിസ്കോപ്പോ ഒക്കെ ആവശ്യമുള്ള ചെറിയ ഗ്രഹങ്ങളാണ്, അതായത് ദൂരം കൂടുതലാണ്. പക്ഷേ ഇന്ന് ഇത് എല്ലാം തന്നെ കാണാനായിട്ട് നമുക്ക് എല്ലാം തന്നെ യുറാനസും നെപ്റ്റ്യൂണും കാണാൻ സാധിച്ചില്ലെങ്കിലും ഇവ ഒരേ വരിയിൽ നിൽക്കുന്നതുകൊണ്ട് നമുക്ക് ആ ഒരു ഗ്രഹപരേഡിൻ്റെ ഭാഗവും നമുക്ക് കാണാൻ സാധിക്കുമെന്നാണ് പറയുന്നത്. ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ അത് ഒരേ രേഖയിൽ നിരന്നിരിക്കുന്നത് പോലെയാണ്. പക്ഷേ യഥാർത്ഥത്തിൽ ഇത് ഒരേ രേഖയിലല്ല. പക്ഷേ എങ്കിലും ഇത്രയും ഗ്രഹങ്ങൾ അടുത്തടുത്ത് ഇങ്ങനെ ഒരേ രേഖയിൽ വരുന്നത് പോലെ തോന്നുന്നത് അത്യധികമായ ഒരു അപൂർവമായ ഒരു പ്രതിഭാസമാണ്. ഈ ഒരു ദിവസം ജ്യോതിശാസ്ത്രപരമായി നോക്കുകയാണെങ്കിൽ ഭൂമിയുടെ ഊർജം, ഇതിൻ്റെ എല്ലാം ഊർജ്ജം നമ്മളെ സ്വാധീനിക്കുന്നുണ്ടെന്ന് നമുക്കറിയാം. ഏറ്റവും ഉന്നതമായ നിലയിലാണ് നിൽക്കുന്നത്. ഈ ഒരു സമയം മാനിഫെസ്റ്റേഷന് ഏറ്റവും നല്ല ഒരു സമയമാണ് എന്നാണ് പറയുന്നത്. നിങ്ങൾക്ക് ആഗ്രഹങ്ങളുണ്ടെങ്കിൽ അത് മാനിഫെസ്റ്റ് ചെയ്യാം. മെഡിറ്റേഷൻ ചെയ്യുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ആ ഒരു എനർജി, ആ ഒരു ബാലൻസിലേക്ക് എത്താൻ സാധിക്കും. അപ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങളൊരു സന്ധ്യ കഴിഞ്ഞ് ഒരു 6:30 കഴിഞ്ഞ് 8 മണി വരെ നമ്മൾ പുറത്തിറങ്ങി നിന്ന് നോക്കുകയാണെങ്കിൽ ആകാശം തെളിഞ്ഞതാണെങ്കിൽ നമുക്ക് ഈ 6 ഗ്രഹങ്ങളെയും കാണാൻ പറ്റും. ഇന്നത്തെ ദിവസം മെഡിറ്റേഷൻ ചെയ്യാൻ വളരെ നല്ല ദിവസമാണ്. മാനിഫെസ്റ്റേഷന് വളരെ നല്ല ദിവസമാണ്. അപ്പോൾ ഈ ഒരു ദിവസം നിങ്ങൾ മിസ്സാക്കാതിരിക്കുക. എല്ലാവരും ഇന്ന് ഒരു 6 മുതൽ 8 വരെയുള്ള സമയത്ത് അത് കാണാൻ ശ്രമിക്കുക. ഇന്ന് മെഡിറ്റേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. എല്ലാവർക്കും ഈ ഒരു അവസരം പ്രയോജനപ്പെടട്ടെ.